പ്രിയമുള്ളവരെ, ഞാനൊരു മൂലയിലിരുന്ന് പലപ്പോഴും പല വീഡിയോകൾ ചെയ്യാറുണ്ട്. അത് ആരും കാര്യമായിട്ട് ഗവനിക്കാറില്ല. ഗവനിക്കുന്നവർക്ക് അത് തിരിച്ചറിയുകയും ചെയ്യാം. ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ചില വീഡിയോകളിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഞാനൊരു പ്രവചനം നടത്തുന്ന ആളല്ല, പക്ഷേ ലോകത്തിൻ്റെ സ്ഥിതിഗതികൾ നോക്കിക്കാണുമ്പോൾ ഏതൊരു വിശേഷ ബുദ്ധിയുള്ളവനും അത് തിരിച്ചറിയാൻ കഴിയും. അത്രമാത്രമാണ്. ഞാനിതിന് മുമ്പൊരു വീഡിയോ ചെയ്തു. ഇറാൻ അമേരിക്ക യുദ്ധം ഉടനെ തുടങ്ങും. അതിൻ്റെ പിറ്റേന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം, അടുത്ത് തന്നെ ഒരു മൂന്നാം ലോകമഹായുദ്ധം ഇവിടെ പൊട്ടിപ്പുറപ്പെടും. അതിൻ്റെ ചില ലക്ഷണങ്ങൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാൻ അമേരിക്ക ഇസ്രായേൽ ഈ യുദ്ധം ഇത് അവസാനം ചെന്നെത്തുക അവിടേക്കാണ്. അതിൻ്റെ പ്രധാന കാരണം ഗൾഫ് രാഷ്ട്രങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത് അമേരിക്കൻ തണലിലാണ്, ചൊൽപ്പടിയിലാണ്. അവിടെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ജനങ്ങളും അവിടെ പോയി അധ്വാനിക്കുന്നുണ്ട്, അവരുടെ കുടുംബങ്ങൾ പുലർത്തുന്നുണ്ട്. അവിടെ ഏകാധിപത്യ ഭരണമാണെങ്കിൽ തന്നെ പൂർണ്ണമായും സമാധാനത്തോടും ശാന്തിയോടും ജീവിക്കാനുള്ള ഒരു അവസരം ആ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയെ നമ്മൾ കുറ്റം പറയുമ്പോൾ അമേരിക്ക ഇക്കണ്ട കാലം അത്രയും ഇടപെട്ടിട്ടുള്ളതെല്ലാം ഏകാധിപത്യ പ്രവണതയുള്ള രാജ്യങ്ങൾക്ക് നേരെയാണ്. അത് കമ്മ്യൂണിസമായാലും ഇസ്ലാമിക ഭരണകൂടങ്ങളായാലും ഹൈന്ദവ ഭരണകൂടങ്ങളായാലും ക്രിസ്തീയ ഭരണകൂടങ്ങളായാലും മതത്തിൻ്റെ ലേബലിൽ, പ്രത്യയശാസ്ത്രങ്ങളുടെ ലേബലിൽ ജനങ്ങളെ അടിച്ചമർത്തപ്പെടുന്ന, അവരുടെ ആജ്ഞാവർത്തികളാക്കി മാറ്റുന്ന ദേശങ്ങൾക്ക് നേരെയാണ് അമേരിക്ക ഇതുവരെ ഇടപെട്ടിട്ടുള്ളത്. ഇസ്രായേലിൻ്റെ കാര്യം ഈ ഗണത്തിൽ പെടുത്താൻ കഴിയില്ല. അവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ ഈ കളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ലോകത്തെല്ലായിടത്തും ജനാധിപത്യം പുലർത്തണം എന്നൊരാശയമൊന്നും അവർക്കില്ല. ആ ആശയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക. അവരാണ് ലോകത്തിന് പല സംഭാവനകളും നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ വസിക്കുന്ന ഇന്ത്യയിൽ പോലും ദാരിദ്ര്യകാലത്ത് അമേരിക്കയിൽ നിന്നും പല സഹായങ്ങളും നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അവരുടെ ധനങ്ങൾ പിൻവലിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അമേരിക്ക വേറെ ചില നിലപാടുകൾ കൈക്കൊള്ളാൻ സാധ്യതയുണ്ട്. ആ സാധ്യത വളരെ അപകടം നിറഞ്ഞ ഒന്നായി തീരും. അത് ഗൾഫ് മേഖലയെ മൊത്തത്തിൽ ബാധിക്കും. ഈ ഒരു ലക്ഷണം കണ്ടുകൊണ്ട് ഇവരെ സഹായിക്കാൻ എന്ന രൂപേണ പല രാഷ്ട്രങ്ങളും രംഗത്ത് വരും. അവിടെയാണ് മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ തുടക്കം ആരംഭിക്കുന്നത്. വാസ്തവത്തിൽ അറബികളിൽ ചെയ്യുന്നത് വളരെ ബുദ്ധിയില്ലായ്മയാണ്. അവർക്ക് അവിടെ സുന്ദരമായി ജീവിക്കാനും രാജ്യം ഭരിക്കാനുള്ള അവസരങ്ങൾ ഇവർ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ നിവൃത്തികേടാണ്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അവരുടെ പല പ്രൊഡക്ഷൻ ഇതുകളൊക്കെ നിർത്തിവെച്ചു. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ലോകം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രധാന ഉൽപ്പന്നമായ പെട്രോൾ ഉൽപ്പന്നങ്ങൾ അത് വിപണിയിൽ എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അവർ ഈ നിലപാടുകൾ കൈക്കൊള്ളുന്നത്. പക്ഷേ ഇവരുടെ നിലപാടുകൾക്ക് പിറകെ നിലകൊള്ളുന്നത് അമേരിക്കയാണെന്ന ബോധ്യം അവർക്കുണ്ടാവണം. അപ്പോൾ ഈ തരത്തിൽ ഒരു നിലപാട് ഇവിടെ കൈക്കൊള്ളുമ്പോൾ അമേരിക്ക ഇവരുടെ സമ്പദ് വ്യവസ്ഥ തകർക്കാൻ വേണ്ടിയുള്ള
കാര്യങ്ങളുമായി മുന്നോട്ട് വരും. ഇവർ ഇതുവരെ സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള പലതും അതുവഴി തകരാൻ സാധ്യമാകും. അപ്പോൾ പല രാഷ്ട്രങ്ങളും ഇതിൽ ഇടപെടും. അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ചെന്ന് അവസാനിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേലിനെ ഈ ഗണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അവർ കുതന്ത്രശാലികളാണ്. അവരുടെ കയ്യിലിരിപ്പ് അത് തന്നെയാണ്. വ്യക്തമായിട്ട് നമുക്കറിയാം, ലോക നേതാക്കളെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് അവർക്ക് കിടപ്പറകൾ ഒരുക്കിക്കൊണ്ട് എപ്സ്റ്റീൻ എന്ന ഒരു വ്യക്തിയെ കൊണ്ട് പലരെ കാമലീലകൾ നടത്തിക്കൊണ്ട് പലരെ കൊണ്ടും അത് വീഡിയോകളാക്കിയിട്ടും ഫയലുകളാക്കിയിട്ടും ശേഖരിച്ചുകൊണ്ട് ഇന്ന് ആ വിഭാഗത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. അമേരിക്കൻ പ്രസിഡന്റ് പോലും അവരുടെ കെണിയിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. ഇനി പലരും പ്രത്യക്ഷത്തിൽ വരാനുണ്ട്. ലോകത്തിൻ്റെ മുമ്പിൽ നല്ലവരെന്ന് നമ്മൾ കരുതിപ്പോരുന്ന പല നേതാക്കന്മാരും, അത് നിസ്കാര തരമ്പുള്ളവരും കുറി തൊട്ടവരും കുരിശ് ധരിച്ചവരും സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരും സാമൂഹിക പ്രവർത്തകരും എല്ലാവരും അവർ ഈ ട്രാപ്പിൽ പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ചെയ്തികൾ എക്കാലവും അത്തരത്തിലാണ്. പക്ഷേ അമേരിക്കയെ ആ കണ്ണുകൊണ്ട് നമ്മൾ നോക്കിക്കാണരുത്. അമേരിക്ക ഇന്ന് വരെ ഇടപെട്ടിട്ടുള്ളത് ഏകാധിപത്യ പ്രവണതകൾ നിലനിൽക്കുന്ന രാഷ്ട്രങ്ങൾ മാത്രമാണ്. നമുക്കറിയാം, ഒരു വംശഹത്യക്ക് വേണ്ടി കൂപ്പുകൂട്ടുന്ന രാഷ്ട്രങ്ങൾ അവിടുത്തെ ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു രാഷ്ട്രം ഉയർന്നു വരേണ്ടതുണ്ട്. ആ നിലപാടിനു വേണ്ടിയാണ് അമേരിക്ക ഇതുവരെ നിലകൊണ്ടിട്ടുള്ളത്. അത്തരം രാഷ്ട്രങ്ങളെ നേരെ മുഖം തിരിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലവട്ടം അവരുടെ തോളിൽ അവർ കൈയിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ ഉള്ളിൽ ഇവരോടുള്ള പക പ്രകടമാണ് എന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയെ നമ്മൾ കുറ്റം പറയുമ്പോൾ ഈ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവർ കൈവച്ചിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലും അവരിപ്പോൾ നോട്ടം വെച്ചുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലൊക്കെ നിലനിൽക്കുന്നത് ഏകാധിപത്യ പ്രവണതകളാണ്. ജനാധിപത്യമല്ല അവിടെ. ചട്ടക്കൂടുകൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് തിയറികൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടും ജനങ്ങളെ ഭരിക്കപ്പെടുന്ന പല രാഷ്ട്രങ്ങളെയാണ് അവർ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയെ നമ്മൾ തള്ളിക്കളയുമ്പോൾ 2 വട്ടം നമ്മൾ ചിന്തിക്കണം. പിന്നീട് ഈ ലോകം ചെന്ന് എത്തപ്പെടാൻ പോകുന്നത് ആരുടെ കരങ്ങളിലാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു ആശ്രയമില്ലാത്ത ജനങ്ങളെ ഭരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടും ആക്രമിക്കപ്പെടുമ്പോൾ അവരുടെ പിടലിക്ക് പിടിക്കാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രം നിലനിൽക്കണം. ആ ഒരു താല്പര്യത്തിന് വേണ്ടിയാണ് അമേരിക്ക എന്ന് നിലനിന്നിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും അമേരിക്കയെ ന്യായീകരിക്കുകയെന്ന്. പല ഘട്ടങ്ങളിലും നമ്മുടെ അപൽഘട്ടങ്ങളിൽ സഹായിക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രമാണ് അമേരിക്ക. അവരെ അങ്ങനെ തള്ളിക്കളയാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ അത് മനസ്സിലാക്കി വേണം എല്ലാ രാഷ്ട്രങ്ങളും, പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങൾ, അത്തരം നിലപാടുകൾ കൈക്കൊള്ളേണ്ടതായിട്ട് ഉള്ളത്. അല്ലെങ്കിൽ ഖേദിക്കേണ്ടി വരും. ഇന്ന് നിസ്സാരമായി നടക്കുന്ന ആ യുദ്ധം നമ്മുടെ കുടുംബങ്ങളൊക്കെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് പോലും അത് ബാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ രാഷ്ട്രങ്ങളൊന്നും നമുക്ക് ഒരു അഭയം തരുന്നില്ല. ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്നത് ഇന്ത്യ നമുക്ക് തൊഴിൽ തന്നിട്ടല്ല, ഇവിടെ തൊഴിൽ സാധ്യതകൾ ഇല്ലാത്തതിൻ്റെ പേരിലാണ്. അതുപോലെ ബംഗ്ലാദേശ്, നേപ്പാൾ, മറ്റ് പല രാഷ്ട്രങ്ങളിൽ നിന്നും ഗൾഫിൽ നിന്ന് കുടിയേറിയിട്ടുള്ള പാകിസ്ഥാൻ പോലത്തെ രാഷ്ട്രങ്ങൾക്ക് കുടിയേറിയിട്ടുള്ളത് അവർക്കൊന്നും സ്വയം പര്യാപ്തത ഇല്ലാത്തതിൻ്റെ പേരിലാണ്. അപ്പോൾ അത്തരം ഒരു മേഖലയെ തകർക്കാൻ വേണ്ടി നമ്മൾ കൂട്ടുനിൽക്കരുത്. വംശഹത്യയും
ഏകാധിപത്യ പ്രവണതയും നിലനിൽക്കുന്ന രാഷ്ട്രങ്ങൾ ഈ ലോകത്തിന് ആപത്താണ്. അമേരിക്ക ഒരു ഏകാധിപത്യ പ്രവണതയാണെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ ഇന്ന് നിലനിൽക്കാൻ സാധ്യമല്ലായിരുന്നു. അതും കൂടി നമ്മൾ ചിന്തിക്കണം.